കർത്താവിൻ്റെ പരിശുദ്ധ നാമം ഇന്ന് പ്രഭാതത്തിലും മഹത്വപ്പെടുമാറാകട്ടെ. എല്ലാ സഹോദരങ്ങൾക്കും യേശുക്രിസ്തുവിൻ്റെ അനുഗ്രഹീത നാമത്തിൽ ക്രിസ്തീയ വന്ദനത്തെ അറിയിക്കുന്നു. ഓരോ ദിവസവും ജയത്തോടെ നമ്മെ നടത്തുന്ന സർവശക്തനായ ദൈവത്തിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്ത് ദൈവത്തിന് മഹത്വം കൊടുക്കാം. അവിടെ നല്ലവനല്ലോ, അവിടുത്തെ ദയ എന്നേക്കുമുള്ളതെന്ന് എന്നും പറയാൻ നമുക്കിടയാവണം. തങ്ങളെ ഏകാഗ്രചിത്തന്മാരായിരിക്കുന്നവർക്ക് വേണ്ടി തന്നെത്താൻ ബലവാനെന്ന് കാണിക്കേണ്ടതിന് അവിടുത്തെ കണ്ണുകൾ നമ്മളെപ്പം നോക്കിക്കൊണ്ടിരിക്കുന്നു. പ്രിയരെ, ആരും കണ്ടില്ലെങ്കിലും ആരും അറിഞ്ഞില്ലെങ്കിലും അറിയുന്ന ഒരു ദൈവം, കാണുന്ന ഒരു ദൈവം, മനസ്സിലാക്കുന്ന ഒരു ദൈവം, കൈവിടാത്തവൻ, ഉപേക്ഷിക്കാത്തവൻ, തള്ളിക്കളയാത്തവൻ, തൻ്റെ സകല പ്രവർത്തികളോടും കരുണ തോന്നുന്ന ഉന്നതനായ ദൈവത്തിൻ്റെ സാന്നിധ്യം എപ്പോഴും തിരിച്ചറിയാൻ നമുക്കിടയാവണം. എൻ മനമേ, നീ വീണ്ടും സ്വസ്ഥമായിരിക്കുക, യഹോവ നിനക്ക് ഉപകാരം ചെയ്തിരിക്കുന്നു. നമ്മുടെ കണ്ണിനെ കണ്ണുനീരുന്നു, നമ്മുടെ കാലിലെ വീഴ്ചയുന്നു. പുറാതന മരണത്തിൽ നിന്ന് വിടുവിക്കാൻ കഴിവുള്ള ഒരേ ഒരുവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ജീവൻ തരാൻ, സമൃദ്ധിയായ ജീവൻ തരാനാണ് അവിടുന്ന് വന്നത്. അറപ്പാനും മുടിപ്പാനും മോഷ്ടിപ്പാനും പിശാച് വന്നെങ്കിൽ നമ്മുടെ കർത്താവ് ജീവിപ്പിക്കുന്നവനാണ്, എഴുന്നേൽപ്പിക്കുന്നവനാണ്. അവിടുത്തെ വലത്ത് ഭാഗത്ത് നിന്നും പ്രമോദങ്ങളുണ്ട്. അവിടുത്തെ സന്തോഷത്തിൻ്റെ പരിപൂർണതയുണ്ട്. ജീവൻ്റെ വഴി നീ എനിക്ക് കാണിച്ചു തരും. ദൈവത്തിൻ്റെ വഴിയുടെ പ്രത്യേകത ജീവിപ്പിക്കുന്ന വഴിയാണ്. എല്ലാം അസ്തമിച്ചു എന്ന് തോന്നുന്ന ഇടത്ത്, സാധ്യതകൾ അടഞ്ഞിടത്ത് ജീവിപ്പിക്കാൻ കഴിവുള്ള ഒരു ദൈവം നമ്മുടെ ദൈവമാണ്. ചിതറിപ്പോയ അസ്ഥികളെ നോക്കി പറഞ്ഞ ഭാഗം വളരെ ശ്രദ്ധേയമാണ്. കർത്താവെ, നീ അറിയുന്നു എന്നാണ് ഭക്തൻ പറഞ്ഞത്. സാധ്യങ്ങളെ നോക്കി ദൈവത്തിൻ്റെ കരത്തിലേക്ക് വിഷയം കൊടുക്കാൻ തയ്യാറായാൽ ഏത് കാലഘട്ടത്തിലും ഏത് സാഹചര്യത്തിലും പ്രതികൂലങ്ങളിലും വെല്ലുവിളികളുടെ നടുവിലും ആശയറ്റപ്പോഴും ഇറങ്ങി വന്നത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഈ ദൈവത്തെ പോലെ വലിയ ദൈവമാരുള്ളൂ. നമ്മുടെ വഴിയുടെ കുറവ് തീർക്കുന്ന, ശക്തി കൊണ്ട് അരമുറുക്കുന്ന രാജാതി രാജാവും കർത്താതി കർത്താവുമായവന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. ഓവേ, അവിടുന്ന് ചെയ്ത അത്ഭുത പ്രവർത്തികളും നമുക്ക് വേണ്ടിയുള്ള അവിടുത്തെ വിചാരങ്ങളും വളരെയാണ്. ദാവീദ് പറഞ്ഞ്, ഞാൻ അവയെ വിവരിച്ച് പ്രസ്താവിക്കുമായിരുന്നു, എന്നാൽ അവ എണ്ണിക്കൂടാതെ വണ്ണം അധികമാണ്. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന എല്ലാ വിടുതലുകളെയും ഓർത്ത് നന്ദിയോടെ നമുക്ക് സ്തോത്രം ചെയ്യാം. പർവ്വതങ്ങളെ ഋഷിദേവനെ ചുറ്റിയിരിക്കുന്നത് പോലെ നമ്മെ ചുറ്റി പരിപാലിക്കുന്ന ഒരു ദൈവം, കണ്ണിൻ്റെ കഷ്ണമണി പോലെ സൂക്ഷിക്കുന്നവർ. തിരുവെഴുത്ത് പറയുന്നു, ആരും തൊടാതിരിക്കേണ്ടതിന് ഞാനതിനെ ക്ഷണം പ്രതി സൂക്ഷിക്കും. ഒരു ശക്തിയും നമ്മളെ തൊടാൻ കഴിയാതെ വണ്ണം തൻ്റെ മുന്തിരിവള്ളിയെ സൂക്ഷിക്കുന്ന ഒരു ദൈവം, പരിപാലിക്കുന്ന ഒരു ദൈവം എല്ലാ ദിവസവും കൂടെയുണ്ട്. വഴി ഏതാണ് എന്ന് ചിന്തിക്കുമ്പോൾ പുറകിൽ നിന്നൊരു ശബ്ദം, വഴി ഇതാകുന്നു, ഇതിലെ പോയിക്കൊള്ളുക എന്ന ശബ്ദം. കഷ്ടത്തിൻ്റെ വെള്ളം, കഷ്ടത്തിൻ്റെ ആ പൊഞ്ഞെരുക്കത്തിൻ്റെ വെള്ളം, ഇതൊക്കെ നമുക്ക് തന്നാലും നമ്മുടെ ഉപദേഷ്ടാവ് മറഞ്ഞിരിക്കില്ല കേട്ടോ. എന്ന് വെച്ചാൽ അതിൻ്റെ നടുവിലും ഇറങ്ങി വന്ന ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, മുൻപോട്ട് പോകുക എന്ന ദൃഷ്ടി വെച്ച് ആലോചന പറഞ്ഞു തരുന്ന ഒരു കർത്താവിനെയാണ് സഹോദരങ്ങളെ നമ്മൾ സേവിക്കുന്നത്. അവിടുത്തെ പ്രവൃത്തികൾ അത്യുത്തമമാണ്. അവിടുത്തെ വഴികൾക്കായി
ഇന്ന് പകൽ നന്ദിയോടെ സ്തോത്രം ചെയ്യാമോ? നമ്മുടെ ചിന്തകൾക്കും നമ്മുടെ വിചാരങ്ങൾക്കും അനുസരിച്ചല്ല ദൈവത്തിൻ്റെ വഴികൾ, അതിനേക്കാൾ ശ്രേഷ്ഠമാണ്. അതിനായി നമുക്ക് നന്ദിയോടെ സ്തോത്രം ചെയ്യാം. വളരെ സുപരിതമായൊരു വാക്യം നമ്മൾ വീണ്ടും ചിന്തിക്കുന്നു. യോഹന്നാൻ സുവിശേഷം 11-ാം വാക്യം. ചിലരോ കുരുടന്റെ കണ്ണ് തുറന്ന ഇവനെ മരിക്കാതെ ഇരിക്കുവാൻ കഴിഞ്ഞില്ലയോ എന്ന് പറഞ്ഞു. ലാസറിന്റെ വീട്ടിൽ യേശു വരുമായിരുന്നു. ആ കുടുംബത്തോട് കർത്താവിന് പ്രിയമുണ്ടായിരുന്നു. സഹോദരങ്ങളെ, പ്രിയമുള്ള ഒരു കുടുംബത്തിന് പ്രതിസന്ധി വന്നപ്പോൾ, ദീനം കടുത്തപ്പോൾ പല അഭിപ്രായങ്ങളും അവിടെ വന്നു. കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ, ആത്മീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുമ്പോൾ, ജീവിതത്തിൽ വരുന്ന ചില വെല്ലുവിളികളും കൊടുങ്കാറ്റുകളും കണ്ടു പലരും ചർച്ച ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ട് ഇവർക്കിങ്ങനെ സംഭവിക്കുന്നു? ഇവ പ്രാർത്ഥിക്കാൻ പോയിട്ട് വചനമെടുത്തിട്ട് ഈ വെല്ലുവിളി എന്താ ഇവർക്കെന്ന് ചോദിക്കുന്നില്ലേ? ഇവിടെയും കണ്ടോ, ലാസർ മരിച്ചുപോയി. ആ കുടുംബം ഒരു ചോദ്യത്തിനകത്ത് നിൽക്കുകയാ. അതുവരെ വന്ന കർത്താവ് എവിടെ? അതുവരെ അവരോട് സംസാരിച്ചവരുടെ ശബ്ദം എവിടെ? പ്രിയരെ, ചിലയിടത്ത് ചിലത് സംഭവിച്ചു കഴിയുമ്പോൾ ഓർത്തോണം, ദൈവം നിന്നെ തള്ളിക്കളയുന്നതല്ല, ഉപേക്ഷിക്കുന്നതല്ല, മറിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ നിന്നെ ഒരു ആശ്ചര്യചിഹ്നമാക്കി മാറ്റാൻ എൻ്റെ ദൈവത്തിന് പദ്ധതിയുണ്ട്. അതുമാത്രമല്ല, നിന്റെ വിടുതൽ ദേശത്തും കുടുംബക്കാരുടെ ഇടയിലും ഒരു വലിയ സാക്ഷ്യമാക്കാൻ, അമ്പരപ്പാക്കാൻ, അത്ഭുതമാക്കാൻ കർത്താവിന് പ്രസാദമുണ്ട്. അത് വൈകിയതല്ല, ഏറ്റവും ശ്രേഷ്ഠകരമായൊരു വിടുതലാണെന്ന് ഇന്ന് പകൽ തൻ്റെ ജനം അറിയാതിരിക്കരുത്. ഇവിടെ യഹൂദന്മാർ പറഞ്ഞൊരു പ്രസ്താവന, യേശു ആ വീട്ടിൽ വന്നപ്പോൾ ഇവർ പറയുകയാണ്, കുരുടന്റെ കണ്ണ് തുറന്ന ഇവന്, അല്ലേ, കുരുടന് കാഴ്ച കൊടുത്തു, സത്യമാണ്. അത്ഭുതങ്ങൾ അനേകം ചെയ്തു, സത്യമാണ്. പക്ഷേ ലാസറിനെ മരിക്കാതിരിക്കാൻ ഇവന് കഴിഞ്ഞില്ലല്ലോ. വലിയൊരു ചോദ്യമാണ് ഇവർ ചോദിച്ചത്. അനേക വിടുതലുകൾ യേശു ചെയ്യുന്നത് കണ്ടു മറിഞ്ഞു നിൽക്കുന്ന ഒരു സമൂഹം പറയുകയാണ്, എന്തുകൊണ്ട് ഇതിനൊരു വിടുതലില്ല? എന്തുകൊണ്ട് ഇത് എഴുന്നേൽക്കാൻ ഇടയാവുന്നില്ല? എന്തുകൊണ്ട് ഇത് തുറക്കുന്നില്ല? എന്തുകൊണ്ട് ഇവിടെ പ്രവൃത്തി വരുന്നില്ല? അതിൻ്റെ അർത്ഥം അത് നടന്നു, സത്യമാ, പക്ഷെ ഇതെന്തുകൊണ്ട് നടക്കുന്നില്ല എന്നവർ ചോദിക്കുമ്പോൾ, പ്രിയരെ, അടുത്ത നിമിഷം അവരെ കൊണ്ട് തന്നെ പറയിപ്പിക്കത്തക്ക രീതിയിൽ ഒരത്ഭുതം അവിടെ സംഭവിച്ചില്ലേ? മരിച്ചവൻ പുറത്തു വന്നില്ലേ? അടുത്ത അധ്യായത്തിൽ യേശുവിനോടൊപ്പം പന്തിയിൽ ഇരുന്നില്ലേ? നാറ്റം വെച്ചെന്ന് പറഞ്ഞതും കല്ലുവെച്ചതും തീഞ്ഞളിഞ്ഞതും ചർച്ചാ വിഷയമായതും ദേശത്ത് ചോദ്യം ചെയ്യപ്പെട്ടതുമായ സബ്ജക്റ്റ് ഇപ്പോൾ അനേകരുടെ വിടുതലിന്, ആശ്വാസത്തിന്, ആ കുടുംബത്തിന് ഒരു വലിയ ചേഞ്ച് വരാൻ വൈകി വന്നത് ഇങ്ങനെയുള്ള ഒരു വിടുതൽ നിങ്ങളുടെ കുടുംബത്തിനകത്ത് നടക്കാനാണെന്ന് മനസ്സിലാക്കത്തക്ക രീതിയിൽ എല്ലാവരുടെയും കണ്ണ് തുറന്നില്ലേ?
കഴിഞ്ഞ മിനിറ്റ് ചില വിഷയങ്ങൾ വന്നപ്പോൾ കർത്താവ് വിടുവിച്ചു, സൗഖ്യമാക്കി, വാതിൽ തുറന്നു, അത്ഭുതങ്ങൾ സംഭവിച്ചു. പക്ഷേ ഇതെന്താ സംഭവിക്കാത്തത് എന്ന് ചോദിക്കുന്ന ചിലരോട് വചനത്തിന് പറയാനുള്ളത്, നിങ്ങളെ തള്ളിക്കളഞ്ഞതല്ല, ഉപേക്ഷിച്ചതല്ല, മഹത്വം വെളിപ്പെടാനിരിക്കുന്നേ ഉള്ളൂ. മഹത്വം വെളിപ്പെട്ടു വന്നാൽ അകത്ത് കിടക്കുന്ന ചിലത് പുറത്തു വരും. യേശുവിൻ്റെ നാമത്തിൽ ആ കമാൻഡ് പുറപ്പെട്ടാൽ ലാസർ പുറത്തു വന്നേ മതിയാകെയുള്ളൂ. തടയാൻ ഒരു കല്ലിനും പറ്റില്ല കേട്ടോ. അതുകൊണ്ടാണ് യേശു പറഞ്ഞത്, കല്ല് നീക്കുവീൻ. ആരെയും നീക്കാതിരുന്നോ? അവൻ്റെ കെട്ടഴിപ്പീൻ പോകട്ടെ. കെട്ടിയവനെ കൊണ്ട് കെട്ടഴിപ്പിച്ചില്ലേ? ആരിലും അഴിക്കാതിരുന്നു. ഇന്നു പകൽ ചില കുടുംബങ്ങൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ കമാൻഡുകൾ പുറപ്പെടുക. എന്താ ഇവിടെ ഒന്നും നടക്കാത്തത്? എന്തുകൊണ്ട് വിടുതൽ സംഭവിക്കുന്നില്ല? ഈ വിഷയത്തിനൊരു ചേഞ്ച് വരുന്നില്ല എന്ന് ചിന്തിക്കുന്ന ചിലരോട് വചനത്തിന് പറയാനുള്ളത്, ഏറ്റവും ശ്രദ്ധകരമായ ചില വിടുതലുകൾ നിങ്ങളുടെ അകത്തളങ്ങൾ വെളിപ്പെടുത്താൻ ദൈവത്തിന് പ്രസാദമുണ്ട്. വിശ്വസിക്കുന്നവർ ആമേൻ പറഞ്ഞ് ദൂതേറ്റെടുക്കട്ടെ. ചോദ്യങ്ങൾ നിർത്തൂ. കർത്താവ് ഞങ്ങളുടെ മഹത്വം വെളിപ്പെടാൻ പോകുന്നതിന് സ്തോത്രമെന്ന് പറയൂ. അത്ഭുതങ്ങൾക്ക് സ്തോത്രം ചെയ്യൂ. ഇന്നലകളിൽ ഇറങ്ങി വന്ന ദൈവത്തിൻ്റെ കരം കുറുതായിപ്പോയോ? ഈ വിഷയത്തിലും അവിടത്തേക്ക് പ്രവർത്തിക്കാൻ കഴിയില്ലേ? ആ ചോദ്യങ്ങളുടെ നടുവിൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിച്ചെങ്കിൽ ചില കുടുംബങ്ങളോട് ദൈവാത്മാവ് പറയുന്നു, തലമുറകളോട് പറയുന്നു, നിങ്ങളുടെ തലമുറയ്ക്ക് ഇപ്പോൾ ഒരു വിടുതലില്ല. എന്തെങ്കിലും സംഭവിക്കുന്നത് നിന്റെ കുടുംബ ജീവിതം, വ്യക്തിപരമായി നീ അനുഭവിക്കുന്ന ശോധനകൾ, ഇതിനകത്തു നിന്നൊരു മോചനമില്ല, ചിന്തയില്ല. കർത്താവ് നിങ്ങളെ ടച്ച് ചെയ്യാൻ യേശുവിൻ്റെ നാമത്തിൽ വിടുതൽ വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യം വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതങ്ങൾ സംഭവിക്കട്ടെ. ദൈവപ്രവൃത്തി വെളിപ്പെടുത്തുന്നതിനായി സ്തോത്രം. പിതാവിങ്ങളുടെ വചനത്തിൻ്റെ ശക്തി ജനത്തിൻ്റെ മേൽ വ്യാപരിക്കുന്നതിന് സ്തോത്രം. സൈന്യത്താലല്ല, ശക്തിയാലല്ല, നിങ്ങളുടെ ആത്മാവിനാൽ തന്നെ അത്ഭുതങ്ങൾ സംഭവിക്കുന്നതിന് സ്തോത്രം. സകല മഹത്വവും അവിടുത്തെ പാദപീഠത്തെങ്കിൽ മാത്രം അർപ്പിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ കൃപയുണ്ടായി പ്രാർത്ഥന കേൾക്കണമേ. ആമീൻ. ക്രിസ്തുവാത്സല്യ സഹോദരങ്ങളെ, ധൈര്യത്തോടെ പറ, ഇന്നലെ പ്രവർത്തിച്ചവന് ഇന്ന് എൻ്റെ വിഷയത്തിന്മേലും ചെയ്യാൻ കഴിയും, ജീവിപ്പിക്കാൻ കഴിയും, എഴുന്നേൽപ്പിക്കാൻ കഴിയും, തുറക്കാൻ കഴിയും, നടത്താൻ കഴിയും. ഞാനത് വിശ്വസിക്കുന്നു. അങ്ങനെയുള്ള സ്തോത്രം ചെയ്യൂ. ഈ വചനങ്ങളോട് സഹായിക്കട്ടെ. ക്രിസ്തുവിൽ നിങ്ങളുടെ സഹോദരൻ പാസ്റ്റർ ബിജു മാത്യു.